ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ കണ്ട സിനിമ എന്ന സെഗ്മെന്റിൽ പുതിയൊരു സിനിമയെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. സിനിമ ഒരു നൊടി, തമിഴ് സിനിമയാണ്. 2024 മണിവർമ്മൻ ഡയറക്റ്റ് ചെയ്ത് തമൻകുമാർ നായകനായിട്ട് വന്ന സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. സിനിമയുടെ കഥ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലേഡി വന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോകും, അവരുടെ ഹസ്ബൻഡിനെ കാണാതെ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അതിനെ തുടർന്നുള്ള അന്വേഷണം, അതിൻ്റെ കൂടെ തന്നെ ഒരു കൊലപാതകം കൂടി അടുത്ത് നടക്കും. അപ്പം ഈ രണ്ട് കേസും കൂടി എങ്ങനെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തെളിയിക്കുന്നു, ഈ രണ്ട് കേസുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ആരായി കൊല ചെയ്തത്, ഹസ്ബൻഡിന് എന്ത് പറ്റി, അങ്ങനെ കാണിക്കുന്ന ഒരു സിനിമയാണ്. സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമാക്സ് വരെ ഇതിൽ ആരാ കൊല ചെയ്തത്, എന്തിനാ ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്കിങ്ങനെ ഓരോ സസ്പെക്റ്റിനായിട്ട് അവർ ഇട്ട് തരും. നമ്മൾ വിചാരിക്കും ഇവരായിരിക്കും, ഇങ്ങനെ ആയിരിക്കും കൊല നടന്നത് എന്ന്. ഏറ്റവും അവസാനം ഒരു ആളെ കാണിക്കുന്നു. അതിന് നല്ലൊരു രീതിയിലുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും കൊടുത്ത് സിനിമ അവസാനിപ്പിച്ചു. ഇതിനൊരു സെക്കൻഡ് പാർട്ടിനുള്ള ലീഡും വെച്ച് ടെയിൽ എൻഡ് പോലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇത് ഇപ്പം ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഈ പടം ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഈ സിനിമ കണ്ടിട്ട് ഓരോരുത്തരായിട്ട് റിവ്യൂ ഇട്ട് തുടങ്ങും. ഇപ്പം ഞാൻ കണ്ടു കഴിഞ്ഞ സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൻ്റെ എല്ലാ രീതിയുണ്ട്. കുറച്ച് ലാഗായിട്ടൊക്കെ തോന്നും, എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ കണ്ടിരിക്കുക. ഒരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെ, പക്ഷെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് വരെ നമുക്ക് അതിൻ്റെ ഒരു ത്രില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടും. നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണിത്. ഇതിലെ പോരായ്മ എന്ന് പറയുകയാണെങ്കിൽ, ആവശ്യമില്ലാതുള്ള ഇൻട്രൊഡക്ഷൻ സീന്, നായകന്റെ അതൊക്കെ ഒരുമാതിരി യൂഷ്വൽ കോമൺ സിനിമയിൽ കണ്ടുവരുന്നത് പോലെ ആയിപ്പോയി. നമുക്ക് ഒരുപാട് സസ്പെക്റ്റിനെ ഇങ്ങനെ ഇട്ട് തരും, ഇവരായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനെ കൊണ്ട് ആവശ്യമില്ലാതെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നായകനൊരു ലീഡ് കിട്ടണം, അത് പാത്തിരിക്കും, ഏറ്റവും അവസാനമായിരിക്കും, അല്ലെങ്കിൽ ഇന്റർവെല് കഴിയുമ്പോൾ നായകന്റെ മുന്നിൽ തന്നെ വരും. അതേപോലൊക്കെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിലെ വേറൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ആവശ്യമില്ലാതൊരു പൊളിറ്റീഷ്യൻ, ഒരു മെയിൻ വില്ലൻ, അയാളായിരിക്കും വില്ലൻ നമുക്ക് നമ്മളെ തോന്നിപ്പിച്ച്, പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഓരോ ഉപദേശങ്ങൾ തരിക, ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഓരോ ഉപദേശങ്ങൾ നായകൻ പറയുക. എങ്കിലും നമുക്ക് ഈ വർഷം ഇറങ്ങിയതിലൊരു നല്ലൊരു തമിഴ് ക്രൈം ത്രില്ലറാണിത്. എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റും, എല്ലാ ആൾക്കാർക്കും കാണാവുന്ന മൂവിയാണ്. അപ്പം അടുത്തൊരു മൂവിയുടെ റിവ്യൂ ആയിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ടും കാണുന്നിടം വരെ ബൈ.